അതിരപ്പള്ളിയിൽ നിന്നും ഞങ്ങൾക്ക് മടങ്ങാൻ തോന്നിച്ചില്ല. കാരണം അവിടെയുള്ള കുട്ടികളുടെ അമ്യൂസ്മെൻ്റ് പാർക്കും അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇടതടവില്ലാതെ പറയുന്ന പ്രകൃതിയുടെ രമണീയത നാം എല്ലാവരും പ്രകൃതിയിൽ നിന്നു ദൈവത്തിൽ നിന്ന് വന്നവരായിരിക്കാം. നമ്മളാ പ്രകൃതിയിൽ അല്ലെങ്കിൽ അതിൽ ലയിച്ചു ചേരേണ്ടവരും കൂടിയാണ്. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അത്രയേ ഉള്ളൂ ഒരു മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അവ നമ്മൾ മറ്റുള്ളവരെ, അടുത്ത തലമുറയെ പഠിപ്പിച്ചു കൊടുക്കും. ഞാൻ കൂടുതൽ സാഹിത്യത്തിലേക്ക് കടക്കുന്നില്ല, എങ്കിലും എനിക്ക് ഈ അരുവികൾ അല്ലെങ്കിൽ ഈ മലഞ്ചെരുവിൽ നിന്നുള്ള ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഞാൻ ലയിച്ചിരിക്കാറുണ്ട്. ഇവിടെ ആദ്യം വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ നടന്നതായി അറിഞ്ഞിരുന്നു. എൻ്റെ നോട്ടത്തിൽ ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് തന്നെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ വരും തലമുറകൾ ഇതെല്ലാം ആസ്വദിക്കട്ടെ, അവരും പ്രകൃതിയെ സ്നേഹിക്കട്ടെ. പ്രകൃതിയെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അത്യാർത്തി മൂലം മലകളും പുഴകളുമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ, അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആ ഒരു വെള്ളച്ചാട്ടം അവിടെ നിലനിൽക്കട്ടെ. അതിൻ്റെ മനോഹാരിത എല്ലാവരും ആസ്വദിക്കട്ടെ എന്നാശംസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വ്യൂ പോയിൻ്റാണ്. ഞങ്ങളവിടുന്ന് മനല്യ മനസ്സോടെ വീണ്ടും പുറത്തേക്കിറങ്ങാൻ നിൽക്കുകയാണ്. ഇനി വാഴച്ചാല് കാണണം. അതുപോലെ പോരാൻ തീരെ താല്പര്യമില്ലെങ്കിലും കൂട്ടുകാരൻ വരാതിരുന്നതിനാലും ഞാൻ ഒറ്റയ്ക്കായതിനാലും ഓക്കെ ബായ്.